ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മയണൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. മുമ്പ് ഞാൻ മുട്ട വെച്ചിട്ട് ചെയ്യുന്ന മയണൈസിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. നല്ല ഫീഡ്ബാക്കാണ് എല്ലാവരും തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് മുട്ടയൊന്നും ചേർക്കാതെ ഉള്ളതാണ്. അപ്പോൾ എല്ലാവർക്കും ഈ പച്ച മുട്ടയൊന്നും കഴിക്കുന്ന അത്ര ഇഷ്ടം ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മൾ സാധാരണ മയണൈസിൻ്റെ അതേ ടേസ്റ്റ് തന്നെയാണ് നമുക്ക് ഇത് ഉണ്ടാക്കുമ്പോഴും കിട്ടുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നല്ല ക്രീമി ആയിട്ടുള്ള മയണൈസാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്നുള്ളത്. അപ്പോൾ ഇത് ഞാൻ ഉരുളക്കിഴങ്ങ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഞാനിവിടെ ഒരു മീഡിയം സൈസ് ഉരുളക്കിഴങ്ങും ഒരു കുഞ്ഞു ഉരുളക്കിഴങ്ങും ഒന്ന് വേവിച്ചിട്ട് തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. അത് ഞാനിത് മിക്സിയുടെ ജാറിൽ ചേർത്തിട്ടുണ്ട്. ചെറിയ ജാറിലാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. വലിയ ജാറായാലും കുഴപ്പമൊന്നുമില്ല. ചെറുതാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇത് അരച്ചെടുക്കാൻ പറ്റും. ഇനി ഇതിനകത്തോട്ട് ഞാൻ 2 ചെറിയ വെളുത്തുള്ളി ചേർക്കുന്നുണ്ട്. വലുപ്പമുള്ള വെളുത്തുള്ളി ആണെങ്കിൽ ഒരെണ്ണം തന്നെ മതിയാവും. പിന്നെ ഇതിനകത്തോട്ട് ഞാൻ 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർക്കുന്നുണ്ട്. ഒലീവ് ഓയിലോ വെജിറ്റബിൾ ഓയിലോ നിങ്ങൾക്ക് ചേർക്കാം. വേറെ കോക്കനട്ട് ഓയിലൊന്നും ചേർക്കാൻ പറ്റില്ല. അപ്പോൾ ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ അതേ ഞാനിത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. നല്ല തിക്കായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാനിത് വലിയ ജാറിനകത്തോട്ട് ചേർക്കുവാണ്. കാരണം നമുക്കിത് പാലൊക്കെ ഒഴിച്ച് അരച്ചെടുക്കുമ്പോൾ അതിനകത്ത് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നിങ്ങളുടെ വലിയ ജാറാണെങ്കിൽ നിങ്ങൾക്ക് കുഴപ്പമില്ല, അതിൽ തന്നെ ചെയ്തെടുത്താൽ മതി. പിന്നെ ഞാൻ ഇതിനകത്തോട്ട് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കുരുമുളക് പൊടി വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് സ്കിപ്പ് ചെയ്യാം. അതേപോലെ തന്നെ ഇതിനകത്തോട്ട് ഞാൻ ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. ഒരു ചെറിയൊരു മധുരം കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണം. പിന്നെ നമ്മൾ ഇതിനകത്തോട്ട് ചേർക്കുന്നത് വിനാഗിരിയാണ്. ഇനി വിനാഗിരി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അതിന് പകരമായിട്ട് നാരങ്ങാനീര് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ടീസ്പൂൺ അടുത്ത് ചേർത്തിട്ടുണ്ട്. അപ്പോൾ നാരങ്ങാനീര് നല്ല പുളിയുള്ള നാരങ്ങയാണെങ്കിൽ നിങ്ങൾ 1 ടീസ്പൂണൊക്കെ ചേർത്താൽ മതി. പിന്നെ ഇതിനകത്തോടെ നമുക്ക് വേണ്ടത് പാലാണ്. ആദ്യം നമ്മളിവിടെ ഒരു 1/2 കപ്പ് പാൽ എടുത്ത് വെക്കുക. പക്ഷെ നമ്മൾ മുഴുവനായിട്ട് ഒഴിക്കരുത്, കുറച്ച് മാത്രം ആദ്യം ഒഴിക്കുക. എന്നിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക. കാരണം ഇത് നമ്മൾ എടുക്കുന്ന ഉരുളക്കിഴങ്ങിനനുസരിച്ച് ആ പാലിൻ്റെ അളവ് വ്യത്യാസം വരും. അപ്പോൾ നിങ്ങൾ കൂടുതൽ പാൽ ഒഴിച്ചിട്ട് അടിക്കുകയാണെങ്കിൽ അത് ലൂസായി പോകും. അപ്പോൾ ആദ്യം കുറച്ച് ഒഴിച്ചിട്ടൊന്ന് അടിച്ചെടുക്കുക. അപ്പോൾ ഇനി നമുക്കിതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇത് ഞാനിത് അടിച്ചെടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 1/4 കപ്പിൻ്റെ അടുത്ത് ചേർത്തപ്പോൾ തന്നെ എനിക്ക് നല്ല ക്രീമി ആയിട്ട് നല്ല തിക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് കുറച്ചും കൂടി ലൂസായിട്ടാണ് വേണ്ടതെങ്കിൽ ബാക്കിയുള്ള പാലും കൂടി ചേർത്തിട്ട് അടിച്ചെടുത്താൽ മതി. അപ്പോൾ ഏകദേശം ഒരു 1/2 കപ്പ് പാൽ വരെ നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുക. പാലാണെങ്കിൽ നമ്മൾ തണുക്കാത്ത പാലെടുക്കാൻ നോക്കുക. സാധാരണ റൂം ടെമ്പറേച്ചറിലുള്ള പാലെടുക്കാൻ നോക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള മയണൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് നമ്മൾ പഞ്ചസാരയും കുരുമുളകൊക്കെ ചേർത്തിട്ടുണ്ട്. അത് കുറച്ചും കൂടി ടേസ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ഒരു സ്വീറ്റ്നെസ് ഒന്നും ഇഷ്ടമല്ലാത്തവർക്ക് അതൊക്കെ വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യാം. പക്ഷെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതേപോലെ തന്നെ. അപ്പോൾ നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് തൊട്ടടുത്തുള്ള ബെല്ല് ക്ലിക്ക് ചെയ്തിട്ട് ഓളും കൂടെ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ ഇതേപോലെ തന്നെ മറ്റൊരു കിടുക്കൻ വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.